CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃത്താല വീക്കിക്കടവ് റോഡിൽ പൊട്ടിവീണ മരത്തിനടിയിൽപ്പെടാതെ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വേലൂർ കുർമാലിൽ കടന്നൽ കുത്തേറ്റ് 3 പേർക്ക് സാരമായി പരിക്കേറ്റു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളത്ത് വീട് തകർന്നു. അയ്യപ്പത്ത് റോഡിൽ കോലടിപ്പറമ്പിൽ ശ്രീകുട്ടൻ എന്ന വിജേഷിന്റെ വീടാണ് നിലംപൊത്തിയത്. വീട് തകർന്ന് പുസ്തകവും ബാഗും നഷ്ടമായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി BJP നേതൃത്വം. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ മന്നലാംകുന്ന് പ്രദേശത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ MLA NK അക്ബറിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരാൻ തീരുമാനം. കോടികൾ മുടക്കി നവീകരിച്ച AEO ചങ്ങരംകുളം പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട്. പാലായിക്കൽ കടവിൽ റോഡിൽ വെള്ളം കെട്ടി കാൽനടയാത്ര പോലും ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് പല വീടുകളും ഭാഗികമായി തകർന്നു. കനത്ത മഴ മൂലം ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായി മാറി. പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തോടിന് സമമായി. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപമുള്ള റോഡാണ് മഴ പെയ്താൽ തോടിന് സമാനമായി മാറിയിട്ടുള്ളത്. വെള്ളർക്കാട് വിവേകസാഗരം UP സ്കൂളിലെ ക്ലാസ് മുറിയുടെ മുകളിലേക്ക് മരക്കമ്പ് പൊട്ടിവീണ് ഓടുകൾ തകർന്നു. മരക്കമ്പ് വീണത് പുലർച്ചെയായതിനാൽ വൻ അപകടം ഒഴിവായി. ചാവക്കാട് തെക്കി ബൈപ്പാസിൽ നിന്നും ചേറ്റുവ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണിത്. വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് നിർമ്മാണത്തിനു വേണ്ടി കനോലി കനാലിന് കുറുകെ കെട്ടിയ ബണ്ടുകൾ പൊളിക്കാൻ നടപടിയായി. ചാവക്കാട് മുനക്കടവിൽ കടക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. മേഖലയിലെ ഓൺലൈൻ ചാനൽ റിപ്പോർട്ടർ KS പാർവതിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മരത്തങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സഭാംഗണത്തിന്റെയും വിദ്യാലയ നവീകരണ പ്രവർത്തികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് 18 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ചിർളയത്ത് ശാന്തകുമാരി അമ്മയെ കിഴൂർ പകൽവീട് ഉപദേശക സമിതിയും നഗരസഭയും ചേർന്ന് അനുസ്മരിച്ചു. കുന്നംകുളം കക്കാട് PWC റെസ്റ്റ് ഹൌസിന്റെ 1ാം നിലയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീണ് പൊന്നാനി സ്വദേശിക്ക് ദാരുണാന്ത്യം. പൊന്നാനി തൃക്കാവ് പാണ്ടംപറമ്പത്ത് മന നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മകൻ 70 വയസ്സുള്ള ശങ്കരനാണ് മരിച്ചത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുനാന കാണിപ്പയ്യൂർ റോഡിൽ അറവുമാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു. ഇതേ തുടർന്ന് ഇവിടെ തെരുവുനായ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്ത് കിഴക്കുമുറി വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ മികവ് 2025 വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ചീഞ്ഞളിഞ്ഞ നിലയിൽ കരക്കടിഞ്ഞ ഒരാഴ്ച പഴക്കമുള്ള ഡോൾഫിനെ മന്നലാംകുന്ന് യാസിൻ പള്ളി മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രവർത്തകർ സംസ്കരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ 2ാം ഘട്ട ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. ബാലഗോകുലം ഗുരുവായൂർ ഗോകുലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാർഷികാഘോഷം നടത്തി. UAEയിൽ നടന്ന GPL ഗുരുവായൂർ പ്രീമിയർ ലീഗ് പ്രഥമ സീസണിൽ ഇൻവോടെക്സിന് കിരീടം. വാശിയേറിയ ഫൈനലിൽ ഡിഫൻസ് ഇരിങ്ങപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് ഇൻവോടെക്സ് കപ്പ് നേടിയത്. ഫൈനലിൽ ഇൻവോടെക്സ് ടീമിലെ ഷാഹിൽ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.